കഴിക്ക്, നമുക്ക് വേഗം പോവേ. ദാസേ, എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചതിന്റെ ഒരു ആശ്വാസമുണ്ട്. സുശീൽ ഒഴിവാക്കിയാലും മക്കൾ അവരുടെ അച്ഛനെ ഇറക്കി വിടില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. സുശീല ശേഖരനെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഒന്നാമത് അയാൾ അവിടെ കൊണ്ട് ആക്കിയത് നമ്മളല്ലേ. അതെ, വേറെ ആരെങ്കിലും ആണ് ശേഖരനെ അവിടെ കൊണ്ടുവന്ന് ആക്കുന്നതെങ്കിൽ അവൾ അപ്പൊ തന്നെ അയാളെ അവിടുന്ന് ഇറക്കി വിടുമായിരുന്നു. തീർന്നല്ല. ഇന്ദ്രൻ എന്ത് തീരുമാനം എടുക്കുന്നുള്ള പേടി സുശീലയ്ക്ക് ഉണ്ടാവുമല്ലോ. അവന്റെ തീരുമാനത്തോടൊപ്പമായിരിക്കും സത്യനും സോനയും നിൽക്കുന്നതെന്ന് സുശീലയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനും സുശീല ശ്രദ്ധിക്കില്ലെന്നാ. തീർച്ചയായും, അതാ ഞാൻ പറഞ്ഞത്. ശേഖരൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന്. പക്ഷേ അവിടെ ജീവിച്ചു പോകാൻ അയാൾ കുറച്ച് പാടുപെടും. അത് മരുഭൂമിയിൽ ഒട്ടത്തിനിടയിൽ കിടന്ന് ജീവിച്ചവനല്ലേ. ഒട്ടക ജീവിതം. ഇവിടെ എന്തായാലും സുശീല മാത്രം സഹിച്ചാൽ മതിയല്ലോ. എന്തായാലും അനുമോള് വിളിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അവളും ഇന്ദ്രനും അവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാ എന്തായിരിക്കും സംഭവിക്കാന്നറിയില്ലല്ലോ. ഇന്ദ്രൻ ഈ കാര്യത്തിൽ അവന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്താലും ശേഖരൻ തിരിച്ചു വന്ന കാര്യത്തിൽ അനുപമയെ കുറ്റപ്പെടുത്താതിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഏയ്, അനുവിനെതിരായിട്ട് ഇന്ദ്രന് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത കുറവാണ്. അക്കാര്യത്തിൽ അണ്ണൻ ടെൻഷൻ ആവണ്ട, ഞാനല്ലേ പറയുന്നത്. അല്ലണ്ണ, നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ലേ? അയ്യോ, എനിക്ക് പഞ്ചരത്നത്തിലേക്കൊന്ന് പോണം ദാസ്. ഇന്ന് എന്തായാലും എനിക്ക് അവിടെ എത്തണം. അവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ അത്ര ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ദാസേ, എന്നെ എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിട്ടുതരണം. അല്ലണ്ണ, എന്തിനാ ബസ് സ്റ്റാൻഡിൽ പോണം? ഞാൻ വണ്ടിയിൽ വിട്ടുതരാം. അതൊന്നും വേണ്ട, ഞാൻ ബസ്സിൽ പോകണം. എന്നാ ശരി, ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടോ. മോളെന്താ മാമനെ കണ്ടപ്പോ പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, മാമ ഒന്നും ചെയ്യില്ല. മോളുടെ പേരെന്താ? ഹായ്, നല്ല പേര്. മോളെ, അമ്മയുടെ അടുക്കൽ നിന്ന് മാമനൊരു 10 രൂപ തരാൻ പറയോ? നല്ല മോളല്ലേ. മാമനൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് നല്ല വിശപ്പാ. മോള് ചെന്ന് അമ്മയോട് പറ. നല്ല മോളല്ലേ? മോളെ അച്ഛനോട് പറയണം. ചെല്ലേ എന്തിനാ മോളെ? പിച്ചക്കാരനാ മോളെ? അച്ഛന്റെ പേഴ്സ് ടേബിളിൽ എവിടെ ഇരിപ്പുണ്ട്.
അതിൽ നിന്ന് എടുത്ത് കൊടുത്തോ ഏട്ടാ. നല്ല സാധനം. മോളെ അമ്മ കാശ് തന്നോ? 10 രൂപ എടുക്കാൻ പറഞ്ഞു. അവര് നല്ല ഉറക്കാണോ മോളെ? ആ മാമന് തോന്നി ഇവിടെ എല്ലാവരും നല്ല ഉറക്കാണെന്ന്. ദാ എടുത്തോ. എടുത്തില്ലേ? മോളെ ഇതില് 10 രൂപയില്ലല്ലോ, 5 രൂപ മാത്രമേ ഉള്ളൂ. മോളെ മാമന് നിന്നേ 2 5 രൂപ എടുക്കട്ടെ. ആ എടുത്തോ. 2 5 എടുത്തോ. ഒരു 5, രണ്ടാമത്തെ 10 രൂപ. ഇത് എത്ര എടുത്തുള്ളേ? ഇതാ മോളെ, ഇതിലെ ബാക്കി മോൾ അകത്ത് കൊണ്ടുവച്ചേ കേട്ടോ. ഇല്ലേ? ആ മാമൻ പോട്ടെ. ആ എന്നാ ശരി മോളെ. ഓ ഒരു 500 കൂടി എടുക്കേണ്ടതായിരുന്നു. ആ സാരമില്ല, ഒരു 500 രൂപയ്ക്ക് ഒരടിക്കാനുള്ള സാധനം കിട്ടിയല്ലോ. ഇന്ന് കണി കണ്ടവനെ എന്നും കണി കാണണേ ദൈവമേ.